Never forget what the Lord has done for us. കർത്താവ് നമുക്ക് ചെയ്തത് എന്താണെന്ന് ആ ഉപകാരങ്ങൾ മറക്കരുത്. Not only what the Lord has done, don't forget what others have done. ആ കർത്താവ് ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല മറ്റുള്ളവർ നമുക്ക് ചെയ്തത് നാം മറക്കരുത്. Number 8. എട്ടാമത്തെ കാര്യം Unholy. അശുദ്ധരായിട്ടുള്ളവർ. Well, that needs no explanation. അത് വിവരണം ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. Number 9. ഒമ്പതാമത്തെ കാര്യം without natural affection. വാത്സല്യമില്ലാത്തവർ. Now the word used there for affection, ഈ വാത്സല്യം എന്നുള്ള വാക്കിനെ ഉപയോഗിച്ചിരിക്കുന്നത്, it's a word used for family love. ആ കുടുംബത്തിലുള്ള സ്നേഹത്തെ കുറിക്കുവാനായിട്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. That is why in English it says natural affection. You know, you naturally have affection for your own people. നിങ്ങളുടെ ആളുകളെ കുറിച്ചുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള സ്നേഹം നിങ്ങൾക്കുണ്ട്. So this literally means without family love. ആ കുടുംബത്തിലുള്ള സ്നേഹം ഇല്ലാത്ത ഒരു അവസ്ഥ. Do you see that today? അത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? In the world? ഈ ലോകത്തിൽ. What about among believers? വിശ്വാസികളുടെ മധ്യത്തിലോ? We are not talking about others. മറ്റുള്ളവരുടെ കാര്യമല്ല. In your own family. നമ്മുടെ കുടുംബത്തിൽ. With brothers. നമ്മുടെ സഹോദരന്മാരുമായി. Sisters. Our own sisters. നമ്മുടെ സഹോദരിമാരുമായി. Our own brothers. നമ്മുടെ സഹോദരന്മാരുമായി. Not spiritual brothers. ആത്മീക സഹോദരന്മാരല്ല. Our siblings in the family. ഒരുപക്ഷെ ആ കുടുംബത്തിലെ സ്വസഹോദരന്മാർ. It's very, very sad to see there are so many families where, you know, they claim to be believers, but they don't speak to one another within the family. വിശ്വാസികളാണെങ്കിൽ വിശ്വാസ കുടുംബത്തിലുള്ള സഹോദരന്മാർ അന്യോന്യം സംസാരിക്കാത്തവരുണ്ട്. I personally know a family where the father does not talk to the son, though they are living together in the same house. ഒരേ ഭവനത്തിൽ കഴിയുന്ന ഒരു പിതാവും മകനും തമ്മിൽ സംസാരിക്കാത്ത ഒരു ഫാമിലിയെ കുറിച്ച് എനിക്കറിയാം. Believers. വിശ്വാസ ഭവനത്തിൽ. I sometimes ask that son, ആ മകനോട് ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, how long has it been that your dad has never spoken to you? നിന്റെ പിതാവ് നിന്നോട് സംസാരിക്കാതായിട്ട് എത്ര നാളായി? Ages. അവൻ പറയുന്നത് യുഗങ്ങളായി. They live in the same house. ഒരേ വീട്ടിലാണ് താമസം. They break bread in the same assembly. ഒരു അസംബ്ലിയിൽ അവർ രണ്ടുപേരും അപ്പം നുറുക്കുന്നവരാണ്. They sing the same songs. അവരൊരേ പാട്ട് പാടുന്നവരാണ്. What spirit is that? എങ്ങനെയുള്ള ഒരു ആത്മാവാണത്? Without natural affection. യാതൊരു വാത്സല്യവും സ്വാഭാവികമായിട്ടില്ലാത്തവർ. Now I'm just trying to check whether these spirits have entered our homes. നമ്മുടെ ഭവനങ്ങളിൽ ഈ ആത്മാവ് പ്രവേശിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. You know, there are some animals that treat their young ones cruelly. ചില മൃഗങ്ങൾ അതിന്റെ കുഞ്ഞുങ്ങളോട് വളരെ ക്രൂരമായിട്ട് പെരുമാറാറുണ്ട്. This is the word used for that. അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണിത്. Animals who do not love their own young ones. അതിന്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാത്ത ആ മൃഗങ്ങൾ. That is the same word. അതേ വാക്കാണ് ഈ അവിശ്വാസികൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. Without natural affection. സ്വാഭാവികമായിട്ടുള്ള വാത്സല്യമില്ലാത്തവർ. And 10. പത്താമത്തെ കാര്യം, truce breakers or unforgiving people. ഇണങ്ങാത്ത ആളുകൾ അല്ലെങ്കിൽ ക്ഷമയില്ലാത്ത മനുഷ്യർ. Unforgiving. ക്ഷമയില്ലാത്ത. You know, if someone does something to you, ഒരാൾ നിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്താൽ, and even if he is sorry, അത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ദുഃഖം തോന്നിയാലും, even if he apologizes to you, ആ സഹോദരൻ നിങ്ങളോട് ക്ഷമ ചോദിച്ചാലും, they'll never forgive. ക്ഷമിക്കുകയില്ല. I was in Houston many years ago. ചില വർഷങ്ങൾക്ക് മുമ്പ് ഹ്യൂസ്റ്റണിൽ പോയി. Many years, this is a long time back. അനേക വർഷങ്ങൾക്ക് മുമ്പാണ്. There was a common worship meeting. പൊതുവായിട്ടുള്ള ഒരു ആരാധന ഇവിടെ ഉണ്ടായിരുന്നു. I spoke something about forgiving and loving and all that. ക്ഷമയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ഒക്കെ ആ മീറ്റിംഗിൽ ഞാൻ സംസാരിച്ചു. And the Lord convicted a brother. ഒരു സഹോദരന്റെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിച്ചു. He had done something wrong to the other brother. വേറൊരു സഹോദരനെതിരായിട്ട് അവൻ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. Immediately after the meeting, ആ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ he went to that brother. ആ സഹോദരന്റെ അടുക്കലേക്ക് പോയി. And told him, brother, I am sorry, please forgive me. ആ സഹോദര എന്നോട് ക്ഷമിക്കണം, ഞാൻ അതിനെക്കുറിച്ച് ദുഃഖിക്കുന്നു. And that brother said, no, I cannot forgive like that. ആ സഹോദരൻ പറയാണ്, ഞാൻ എനിക്ക് ക്ഷമിക്കാൻ പറ്റുകയില്ല. And this brother came back to me and said, this is what happened today. ആ സഹോദരൻ എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവിച്ചത്. You see, this means people who cannot enter into an agreement. മറ്റുള്ളവരുമായിട്ട് ഒരു എഗ്രിമെന്റിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയാത്തവർ. Irreconcilable, that's the meaning. അതിന്റെ അർത്ഥം ഒരു തരത്തിലും പൊരുത്തപ്പെടുവാൻ, നിരപ്പ് പ്രാപിക്കാൻ കഴിയാത്ത. Not ready for any negotiation. യാതൊരു തരത്തിലുള്ള സംസാരത്തിനും ഇട നൽകാത്തവർ. No, we are not talking about spiritual truths or doctrinal truths which should not be compromised. നമ്മുടെ ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ ഉപദേശപരമായ കാര്യത്തോട് നിങ്ങൾ സന്ധി ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. We are talking about personal things. വ്യക്തിപരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. No, never till we die. മരിക്കുന്നവരെ നിന്നോട് ഞാൻ ക്ഷമിക്കില്ല. I just cannot forgive you. നിന്നോട് ഞാൻ ക്ഷമിക്കുകയില്ല. That is not Christian spirit. അത് ഒരു ക്രിസ്ത്യാനിയുടെ, ഒരു വിശ്വാസിയുടെ സ്പിരിറ്റ് അല്ല. Well, you say what he has done is so bad.
നീ ചെയ്തത് വലിയ കഠിനമായ ഒരു കാര്യമാണ്. Well, if the Lord takes the same stand against us, where would we be? നാം അതേ ഒരു നിലപാടാണ് കർത്താവ് സ്വീകരിച്ചിരുന്നെങ്കിൽ നാം എവിടെയായിരുന്നേനെ? What is the answer to that question? ആ ചോദ്യത്തിന്റെ മറുപടി എന്താണ്? If the Lord says never, ഒരിക്കലും നിന്നോട് ഞാൻ ക്ഷമിക്കയില്ലെന്ന് കർത്താവ് പറഞ്ഞിരുന്നെങ്കിൽ we would be in real trouble. തീർച്ചയായിട്ടും നാം വലിയ പ്രശ്നത്തിലകപ്പെട്ടു പോയേനെ. Number 11. 11ാമത്തെ കാര്യം, false accusers, ഏഷണിക്കാരൻ, slanderers, people who speak ill of others. മറ്റുള്ളവരെ കുറിച്ച് ദോഷം സംസാരിക്കുന്നവർ. You know, the word here is diabolos, which is used 34 times in the New Testament for the devil. ആ പിശാചിനെ സംബന്ധിച്ച് 34 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണിത്. That is the word. അതാണ് ആ വാക്ക്. Why is that word used? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്? Because in Revelation 12:10, വെളിപ്പാട് പുസ്തകം 12ന്റെ 10ാമത്തെ വാക്യത്തിൽ we read of him that he is the accuser of the brethren before God day and night. ആ ദൈവത്തിന്റെ മുമ്പാകെ രാപ്പകൽ സഹോദരന്മാരെ അപവാദം പറയുന്നവനെന്നാണ് അവനെ കുറിച്ച് പറയുന്നത്. So in the last days, some people will be diabolos, some people will be devils. അന്ത്യകാലത്ത് ചില ആളുകൾ പിശാചിനെ പോലെ ആയിത്തീരും. Now in Titus 2:3, തീത്തോസിന്റെ ലേഖനം 2ാം അധ്യായത്തിന്റെ 3ാമത്തെ വാക്യത്തിൽ, where it talk about women, അവിടെ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ it says they should not be false accusers. അവരെ ഏഷണി പറയാത്തവരായിരിക്കണമെന്ന് അവിടെ നാം കാണുന്നു. And the word there is diabolos. അവിടെ ആ ഏഷണി എന്നുള്ള വാക്കിന്റെ അതും പിശാചിന്റേതെന്നാണ്. If sisters will not get angry with me, ആ സഹോദരിമാർ എന്നോട് കോപിക്കയില്ലെങ്കിൽ, I will tell you how it is in the original. അതിന്റെ മൂലപദം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. Women should not be devils. That's what's written in the Bible. സഹോദരിമാര് പിശാചിനെ പോലെ ആകരുതെന്നാണ്. Well, not only women, men also can be devils. സഹോദരന്മാർക്കും പിശാചുക്കളെ പോലെ ആയിത്തീരാൻ കഴിയും. Means slanderers, accusers. മറ്റുള്ളവരെ കുറിച്ച് ഏഷണി പറയുന്നവർ. You see, it is the work of the devil to accuse us. നമ്മെ അപവാദം പറയുന്ന ജോലിയാണ് പിശാചിനുള്ളത്. Day and night, that's what we read in Revelation. വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചത് രാപ്പകൽ. And what is the work of the Lord? കർത്താവിന്റെ പ്രവൃത്തി എന്താണ്? Intercession. മധ്യസ്ഥത ചെയ്യുക. 2 activities 2 പ്രവർത്തനങ്ങൾ going on in heaven. സ്വർഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. One accuses day and night. ഒരാള് രാപകൽ അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. One intercedes day and night. എന്നാൽ രാവും പകലും മധ്യസ്ഥത ചെയ്യുന്ന ഒരാൾ അവിടെയുണ്ട്. Which work do you want to side with? ഏത് വശത്ത് നിങ്ങളായിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു? When you accuse somebody, നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയുമ്പോൾ, you are joining the devil in his ministry. പിശാചിന്റെ ശുശ്രൂഷയിൽ നിങ്ങളായിരിക്കുകയാണ്. But when you pray for somebody, എന്നാൽ മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, you are joining the Lord in his ministry of intercession. കർത്താവിന്റെ മധ്യസ്ഥതയിൽ നിങ്ങൾ ചേരുകയാണ്. Oh, these are all things that we should search our heart. നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കേണ്ട അനേക കാര്യങ്ങളിൽ പെട്ട ചിലതാണിത്. Number 12. 12ാമത്തെ കാര്യം, incontinent. That means without self-control. യാതൊരു നിയന്ത്രണമില്ലാത്ത അജിതേന്ദ്രിയന്മാർ. In Galatians 5:22, we read self-control is a part of the fruit of the Spirit. Galatians 5:22. ഗലാത്യ ലേഖനം 5ാം അധ്യായത്തിന്റെ 22ാമത്തെ വാക്യത്തിൽ നിയന്ത്രണം, ഇന്ദ്രിയ ജയം എന്നുള്ളത് ആത്മാവിന്റെ ഫലത്തിൽ ഒന്നായിട്ട് നാം കാണുന്നു. So in the last days people will have no control over themselves. അന്ത്യകാലത്ത് വരുമ്പോൾ തങ്ങളെ തന്നെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത ഒരു കൂട്ടം ആളുകളുണ്ട്. Number 13. 13ാമത്തെ വാക്യം, fierce. ഉഗ്രന്മാരായിട്ടുള്ളവർ. I am really surprised that the word terrorist is used in 2 Timothy 3 thousands of years ago. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഉഗ്രന്മാര് അല്ലെങ്കിൽ ഭീകരന്മാരെന്നുള്ള വാക്ക് ദൈവത്തിന്റെ വചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. When did we start hearing it? ഇതെപ്പോഴാണ് സംഭവിച്ചത്? When did we start hearing this word? നാം എന്നാണ് ഇത് കേൾക്കാനായിട്ട് തുടങ്ങിയത്? Only a couple of years ago, right? ചില വർഷങ്ങൾക്ക് മുമ്പ് മാത്രം. But in the Bible it says, എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ, in the last days, അന്ത്യകാലത്ത് people will be fierce, they will be terrorists. ഉഗ്രന്മാരായിട്ടുള്ള ഭീകരന്മാരായിട്ടായിരിക്കും. That word means brutal. മൃഗീയന്മാരായിട്ടുള്ള ആളുകൾ, wild, വളരെ ഉഗ്രന്മാരായിട്ടുള്ളവർ, savage, കിരാതന്മാരായിട്ടുള്ളവർ. That's the word used. അങ്ങനെയുള്ള ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. This word is used only here in the New Testament. പുതിയ നിയമത്തിൽ ഇവിടെ മാത്രമേ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. Number 14. 14ാമത്തെ വാക്യം, desires of those that are good. സൽഗുണ ദോഷികൾ. Here again, that word is used only here in the New Testament. പുതിയ നിയമത്തിൽ ഇവിടെ മാത്രമേ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. They don't love that which is good. നല്ല കാര്യങ്ങളെ ഒന്നും സ്നേഹിക്കാൻ കഴിയാത്തവർ. And number 15. 15ാമത്തെ കാര്യം, traitors. ദ്രോഹികളായിട്ടുള്ളവർ.
The meaning is those who betray the trust someone has placed in them. ആ മറ്റുള്ളവർ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തെ അംഗീകരിക്കുവാൻ കഴിയാത്തവർ. Example, David betraying Uriah, the trust that Uriah had put in David. ഉരിയാവ് ദാവീദിനെ വിശ്വസിച്ചിരുന്നെങ്കിലും ആ വിശ്വാസം ദാവീദിന് ഇല്ലായിരുന്നു. That is the word used here, traitor. അങ്ങനെയുള്ള ഒരു വാക്കാണ് ഈ ദ്രോഹി എന്നുള്ളതിൽ നാം കാണുന്നത്. When someone trusts you, ഒരാൾ നിങ്ങളെ വിശ്വസിച്ചാൽ you cheat them. നിങ്ങൾ അവരെ ചതിക്കുന്നു. Do we ever do that? Do we ever do that? നാം അത് ചെയ്യാറുണ്ടോ? The next one. അടുത്തത് Heady, that is headstrong. ധാർഷ്ട്യക്കാരായിട്ടുള്ളവർ. Self-willed. ആ സ്വയത്തെക്കുറിച്ച് മതിപ്പുള്ളവർ. You know, that word literally means fall forward. മുന്നോട്ട് വീഴുക എന്നുള്ളതാണ് ആ വാക്കിന്റെ അർത്ഥം. That means you plunge ahead without thinking the consequences. പ്രത്യാഘാതം എന്താണെന്ന് മനസ്സിലാകാതെ മുന്നോട്ട് പോകുന്നവർ. There is one more time this word is used in the New Testament. പുതിയ നിയമത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. Acts 19:36. അപ്പോസ്തലരുടെ പ്രവൃത്തി 19:36 വാക്യത്തിൽ it says, do nothing rashly, quickly, without thinking. ഒരു കാര്യവും ധൃതിയിൽ നിങ്ങൾ ചെയ്യരുത്, തിടുക്കത്തിൽ ചെയ്യരുത്. In the last days, അന്ത്യകാലത്ത് they hear something, immediately they act. ചില കാര്യങ്ങൾ അവർ കേൾക്കും, ഉടനെ തന്നെ അത് പ്രവർത്തിക്കും. There's a small quarrel, immediately they shoot. ഒരു ചെറിയ വഴക്കുണ്ടാകും, ഉടനെ തന്നെ ഷൂട്ട് ചെയ്യും. Self-willed. സ്വയം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ. And number 17.